ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മളിവിടെ വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ച് വളരെ ഹ്രസ്വമായ ഭാഷണവും അതിനുശേഷം സംശയ നിവാരണവും എന്ന നിലയ്ക്കാണ് ഒത്തുകൂടുന്നത്. ഇന്ന് കേരള നവോത്ഥാനത്തിൽ ആത്മീയ ആചാര്യന്മാരുടെ പങ്ക് എന്നൊരു വിഷയമാണ്. വിസ്തരിച്ച് പറഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ ഒത്തുചേർന്ന് ഇരുന്ന് പറയാം. അതിലേക്ക് എന്തായാലും പുറപ്പെടുന്നില്ല. ആ വിഷയം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ഒരു സൂചന പറയാം. കാരണം ചരിത്രം പലപ്പോഴും വിവിധങ്ങളായ സ്വാധീനങ്ങളിൽപ്പെട്ടും പലപ്പോഴും ഭരണവർഗത്തിൻ്റെയോ മറ്റോ താത്പര്യങ്ങൾക്കനുസരിച്ചുമൊക്കെയാണ് രചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് ലഭിക്കുന്ന ചരിത്രങ്ങൾ ഏറെയും അപചരിത്രങ്ങളാണ്. ഓരോ പ്രദേശത്തും തലമുറകൾ കൈമാറിയിട്ടുള്ള വാങ്മയ ചരിത്രം, ഓറൽ ഹിസ്റ്ററി, അവ വേണ്ട വിധം സ്വരൂപിക്കുകയും യുക്തിപൂർവം അപഗ്രഥനം ചെയ്യുകയുമൊക്കെ ചെയ്ത് നമുക്ക് വ്യത്യസ്ത പ്രദേശങ്ങളുടെ ശരിയായ ചരിത്രങ്ങൾ പഠിക്കാൻ കഴിയും. അതിൽ നിന്ന് ഭിന്നമായി പൊതുവെ ലോകത്തിൽ, ഭാരതത്തിൻ്റെ ചരിത്ര ദോഷമല്ല പറയണത്, കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ദോഷമല്ല പറയുന്നത്, ലോകത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ചരിത്രരചനയെ ഭരണാധികാരികളോ മറ്റോ ഒക്കെ സ്വാധീനിക്കുന്ന പതിവുണ്ട്. സത്യസന്ധമായ ചരിത്രം പലപ്പോഴും രേഖപ്പെടുത്തപ്പെടുന്നതിൽ നിന്നും അഥവാ വിദ്യാലയങ്ങളിൽ പഠിക്കപ്പെടുന്നതിൽ നിന്നും തീർത്തും വിഭിന്നമായിരിക്കും. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സമീപകാല കേരള ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറെയും വ്യതിചലനങ്ങൾ, അപചരിത്രങ്ങൾ, അപഭ്രംശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അന്ധകാരാവൃതമായ ഒരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ അന്ധകാരാവൃതമായ അവസ്ഥാവിശേഷം എങ്ങനെ ഉണ്ടായി? രണ്ട്, ആ അന്ധകാരാവൃതമായ അവസ്ഥാവിശേഷത്തിൻ്റെ മധ്യത്തിലും എത്ര പ്രകാശഗോപുരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതാരൊക്കെയായിരുന്നു?
അവർക്ക് അത്തരം പ്രകാശസ്തംഭങ്ങളാവുന്നതിനുള്ള സ്രോതസ്സ് ഏതായിരുന്നു? ഈ വക വിഷയങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നതിൽ നിന്ന് വളരെ വളരെ അകലത്തിലേക്ക് പോകേണ്ടി വരും. ഇവിടെ കേരള എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു. കേരള നവോത്ഥാനത്തിൽ ആത്മീയാചാര്യന്മാരുടെ പങ്ക്. കേരളത്തെക്കുറിച്ച് അതിപ്രാചീനങ്ങളായ ഇതിഹാസങ്ങളിൽ വരെ കേരള ശബ്ദം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയുന്നതിൽ വെച്ച് ഏറ്റവും പഴയ ഇതിഹാസം, ആദ്യ ഇതിഹാസം വാൽമീകീയ രാമായണമാണ്. കുറേ പ്രക്ഷിപ്തങ്ങൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. കുറേ പ്രക്ഷിപ്തങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിൽ തന്നെയും അതിപ്രാചീനമായ ആദി കാവ്യവും ആദി ഇതിഹാസവും ആണ് വാൽമീകീയ രാമായണം. ആ വാൽമീകീയ രാമായണത്തിൽ പോലും കേരള ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. സന്ദർഭം, സീതാന്വേഷണം ചെയ്യാൻ വിവിധ ദിക്കുകളിലേക്ക് വാനരന്മാരെ ചുമതലപ്പെടുത്തുകയാണ് സുഗ്രീവൻ. അങ്ങനെ ഓരോ ദിക്കുകളുടെ പേരുകൾ, നിങ്ങൾ ഇന്ന ഭാഗത്ത് പോകണം, നിങ്ങൾ ഇന്ന ഭാഗത്ത് പോകണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന സംഘത്തോട് ആന്ധ്രം, കേരളം തുടങ്ങിയ പ്രദേശങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട്. ആ കേരളം അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. ആ കേരളം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവനും അർത്ഥമുണ്ട്, കേരളം വരെയെന്നും അർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട്. ഈ പൂഴ്ത്തിവെപ്പിന് കേരളം കേമാന്നുള്ളതുകൊണ്ടല്ല, എല്ലാ പ്രദേശങ്ങളും പറയുന്ന കൂട്ടത്തിൽ കേരളവും പറഞ്ഞു, അത്രയേ ഉള്ളൂ. ദ്രവിഡ ദേശങ്ങൾ, ആന്ധ്രദേശങ്ങൾ, ആ കേരളം നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ കേരളപ്പിറവി, ഏതാ കേരളപ്പിറവി വർഷം, അതറിയില്ല. കലണ്ടറിലൊക്കെ കാണാറുണ്ട് കേരളപ്പിറവി ഇത്രാം വാർഷികം എന്നൊക്കെ. അപ്പോൾ വാൽമീകി രാമായണത്തിൽ കേരളമുണ്ട്, കേരള ശബ്ദമുണ്ട്. ഇന്നിപ്പോൾ കേരളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ വിഷയം, അങ്ങോട്ടൊന്നും പോണില്ല. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഏത് പ്രദേശത്താണോ ഒന്ന് അധികതരമായി കാണുന്നത് ആ അർത്ഥത്തിലാണ് അലച്ച് എന്നുള്ള പ്രത്യയം വരിക. അപ്പം കേരം അധികതരമായിട്ടുള്ള പ്രദേശമാണ് കേര പ്ലസ് അല, കേരള വരുന്നത്. അപ്പോൾ ധാരാളം തെങ്ങ് വളരുന്ന സ്ഥലമാണ് കേരളം. അതെല്ലാം മാറി റബ്ബറുകളായി. ഇന്നിപ്പോൾ എന്തൊക്കെ ആളാന്ന് അറിയില്ല. അതെന്തോ ആട്ടെ. അപ്പം അത്രയും പ്രാചീനമായ, പിന്നീട് നമ്മൾ മഹാഭാരതത്തിലൊക്കെ പോകുന്ന സമയത്ത് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് വന്നവരുടെ വർണ്ണനകളിൽ കേരളത്തിൽ നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വർണ്ണനയുണ്ട്. വാൽമീകീയ രാമായണത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന വാനരന്മാരെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ തേങ്ങ ധാരാളം തിന്നുന്ന വാനരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തേങ്ങ ധാരാളം ശാപ്പിടുന്ന വാനരന്മാർ. അതെന്തായാലും ഇവിടുന്ന് പോയവരായിരിക്കും, അവനാ സാധ്യത. പറഞ്ഞത് ഇത്രയും പ്രാചീനമായ ഒരു പൈതൃകം, പാരമ്പര്യം കേരളത്തിനുണ്ട്. ഭാരതത്തിൽ ജഗദ്ഗുരു പദവിയിൽ നമ്മൾ ഒന്നാമതായിട്ട് സങ്കല്പിക്കുക, ജഗദ്ഗുരു എന്നൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രകാശബിംബമായി വരിക ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമദ് ആചാര്യ ശങ്കരാചാര്യ സ്വാമികളാണ്. ഭാഷ്യകാരനെ എതിർക്കുന്നവർ പോലും
ദ്വൈത, വിശിഷ്ടദ്വൈത പക്ഷികൾ പോലും ഭാഷ്യകാരൻ നൽകിയ സങ്കേതമനുസരിച്ചാണ് വേദത്തെ സമീപിച്ചിട്ടുള്ളത്. എതിർക്കുന്നവർ പോലും അംഗീകരിച്ച സങ്കേതങ്ങളെ ഉപദേശിച്ച പരമാചാര്യൻ ഈ കേരളത്തിൽ നിന്ന് പോയ ആളാണ്. ആ സേതു ഹിമാചലം സഞ്ചരിച്ച് അഖണ്ഡ ഭാരതത്തിൻ്റെ സമഗ്രമായ നിലനിൽപ്പിനും വികാസത്തിനും, അതിലുപരി പറയട്ടെ രാഷ്ട്ര സംഗ്രഥനത്തിന്, സംഗ്രഥനം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ, രാഷ്ട്ര സംഗ്രഥനത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത മഹാപുരുഷനാണ് ശങ്കരാചാര്യസ്വാമികൾ. ആ ഭഗവാൻ ഭാഷ്യകാരൻ ഏത് ഭൂമിയിൽ ആവിർഭവിച്ചോ അങ്ങനെയുള്ള കേരള ഭൂമി, തുടർന്ന് എത്രയെത്ര മഹാപുരുഷന്മാരുടെ ജന്മസ്ഥാനം. ഭാരതത്തിൽ ജ്യോതിഷത്തിൻ്റെ, ഗണിതത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രവർത്തകന്മാർ ഇവിടുന്ന് പോയവരാണ്. തൃക്കണ്ടിയൂർ അച്യുതപിഷാരടിയാവട്ടെ, ഇനി വൈയാകരണന്മാരിൽ അഗ്രിമനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാവട്ടെ, മഹാകാവ്യം തന്നെ രചിച്ച കുഞ്ചൻ നമ്പ്യാരാവട്ടെ. പലരും കുഞ്ചൻ നമ്പ്യാരെ മഹാകവി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാറില്ല. തുള്ളൽ സാഹിത്യം, മറ്റ് മണിപ്രവാളം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ രാഘവീയകാരൻ കുഞ്ചൻ നമ്പ്യാരാ എന്നാണ് വിദ്വാൻമാർ അംഗീകരിക്കുന്നത്. രാഘവീയ മഹാകാവ്യമാണ്. ഒരു പരമ്പരയായി മഹാപുരുഷന്മാരുടെ നിര തന്നെ സാഹിത്യ പ്രവർത്തകന്മാരായി, ശാസ്ത്ര പ്രവർത്തകന്മാരായി വന്ന ഒരു അറിവിൻ്റെ ഉത്തുംഗത്തിൽ വിരാജിച്ച പ്രദേശം, അതിനനുസൃതമായ സംസ്കൃതി നിലനിന്ന പ്രദേശം, അതാണ് കേരളം. പക്ഷേ ഇത്രയ്ക്കൊക്കെ പ്രകാശപൂർണമാണെങ്കിലും ഭാരതത്തിൽ ഏറ്റവും ആദ്യം ഒരു വർഗീയ കലാപം നടന്ന സ്ഥലവും കേരളം തന്നെയാണ്. ഏതാ ഭാരതത്തിൽ ആദ്യത്തെ വർഗീയ കലാപം? 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോടടുത്ത് കപ്പലിറങ്ങി. അതിനെത്രയോ മുമ്പ് തന്നെ സാമൂതിരിയും അറബി രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധമുണ്ട്. സാമൂതിരിയുമായിട്ട് മാത്രമല്ല, സാമൂതിരിയും കൊച്ചി രാജാവും ഒക്കെയായിട്ട്, മുസിരിസ് കേന്ദ്രമായിട്ടായാലും കോഴിക്കോട് കേന്ദ്രമായിട്ടായാലും ധാരാളം കച്ചവട ബന്ധങ്ങൾ നിലനിൽക്കുകയാണ്. പിന്നീട് ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷം കേരളവും ഇസ്ലാമിക മതവിശ്വാസികളായ അറബി വ്യാപാരികളും തമ്മിലുള്ള കച്ചവട ബന്ധം വളരെ വ്യാപകമായിരുന്നു. പക്ഷേ വാസ്കോ ഡ ഗാമയും സംഘവും വന്നതിന് ശേഷം ഈ മുസ്ലിങ്ങളുമായിട്ടുള്ള കച്ചവടം അവസാനിപ്പിക്കണം എന്നവർ നിർദ്ദേശിച്ചു. സാമൂതിരി വഴങ്ങാതിരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് നങ്കൂരമടിച്ചിരുന്ന കപ്പലുകളെ, പൈക്കപ്പലുകളെ, ഉരുകളെ ആക്രമിക്കുകയും അതാണ് വലിയ ആദ്യത്തെ വർഗീയ കലാപമായിട്ട് ഇവിടെ ആരംഭിക്കുകയും ചെയ്തത്. ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്നിപ്പോൾ വർഗീയവാദി എന്നുള്ള പേര് തന്നെ ഹിന്ദുവിൻ്റെ ഒരു ചെല്ലപ്പേരായിട്ടുണ്ട്. ശാന്തമായി സമാധാനമായി ജീവിച്ചൊരു നാട്ടിൽ ആദ്യമായി മതഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലഹം കാണേണ്ടി വന്ന ദുരവസ്ഥയാണ് ഹിന്ദു അനുഭവിച്ചത്. എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെന്നറിയില്ല, എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്നറിയില്ല.
മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കലഹം, ഹിംസ എന്നുള്ളത് അറിയാത്ത ഒരു സമൂഹം ഇതൊക്കെ കാണേണ്ടി വന്നു 1500കളുടെ ആരംഭത്തിൽ. അത് കോഴിക്കോടാണ് ആദ്യമായിട്ട് നടന്നത്. എത്രമാത്രം പായ്ക്കപ്പലുകളും ഉരുക്കളുമാണ് അന്ന് നശിച്ചു പോയത് ഇവിടെ. എത്ര പേർക്ക് ജീവാപായം ഉണ്ടായി എന്ന് പറയാൻ അറിയില്ല. പക്ഷേ അനേക ശതം പേർക്കുണ്ടായി. കാരണം ഇവിടെ അറബികൾക്ക് അനുകൂലമായി നാട്ടിലെ മുസൽമാന്മാർ ചേർന്നു. രണ്ടുപേരും തമ്മിൽ സംഘടന ഉണ്ടായി. ആ സംഘടനത്തിന് സാക്ഷിയാവേണ്ടി വന്നു കേരളം. പിന്നീട് മതങ്ങൾ ഇവിടെ പെരുകി. പലതിൻ്റെ സ്വാധീനങ്ങളും ശക്തികളും ഉപയോഗിച്ച് മതങ്ങൾ അധികാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് വന്നു. പ്രത്യേകിച്ച് നേരിട്ട് ബ്രിട്ടീഷ് ഭരണം നിലനിന്ന മദ്രാസ് പ്രവിശ്യയിലും അതിൻ്റെ ഭാഗമായി മലബാറും, ഇനി ബ്രിട്ടീഷ് അധീശത്വം കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള കൊച്ചി, തിരുവിതാംകൂറും. നോക്കൂ, ഏറ്റവുമേറെ വിദ്യാലയങ്ങളുണ്ടായിരുന്ന, ഏറ്റവുമേറെ ഗുരുകുലങ്ങളുണ്ടായിരുന്ന നാട് കേരളമാണ് ഭാരതത്തിൽ. അത് കഴിഞ്ഞാൽ ബംഗാളമാണ്. ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് നടത്തിയ സർവേകളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിന് മദ്രാസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ MSE എന്നും ബംഗാൾ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ BSE എന്നും രേഖപ്പെടുത്തിയത് ഓർമ്മിക്കുക. ഈ രണ്ട് സിസ്റ്റംസ് ഓഫ് എഡ്യൂക്കേഷൻസാണ് ഏറ്റവും അധികം ഗുരുകുലങ്ങൾ ഇതിൻ്റെ കീഴിലാണ് ഉണ്ടായിരുന്നത്. എത്രമാത്രം പള്ളിക്കൂടങ്ങൾ! കാലം പോയി ഇന്നിപ്പോൾ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുക എന്താ പള്ളിക്കൂടം? പള്ളിയോടനുബന്ധിച്ചുള്ള കൂടം, അതാണ് പള്ളിക്കൂടം എന്ന് പറയും. എന്ത് വിഡ്ഢിതാന്ന് ആലോചിച്ച് നോക്കൂ. സ്വാമി ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ക്രിസ്ത്യൻ മിഷണറികളാണ്. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറികൾ പള്ളിയോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ ആരംഭിച്ചത് കൊണ്ടാണ് പള്ളിക്കൂടം എന്ന് പേര് വന്നത്. എളുപ്പമായി പറയാൻ. നമ്മളെല്ലാവരും, ഏറെക്കുറെ എല്ലാവരും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. ക്ഷേത്ര ഉത്സവങ്ങളിൽ പള്ളി വേട്ടയുണ്ട്. ക്ഷേത്രങ്ങളിൽ ദിവസവും ഭഗവാനെ പള്ളിക്കുറുപ്പ്, പള്ളിയുറക്കം, രാവിലെ പള്ളി ഉണർത്തൽ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇങ്ങനത്തെ വിഡ്ഢിത്തം പറഞ്ഞാൽ എന്താ ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അത് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യൂറോപ്പിൽ ചർച്ചിന് എന്താ പേര് വേണ്ടത്? പള്ളി എന്നാ പേര് വേണ്ടേ? യൂറോപ്പിൽ നിന്ന് പോയി അമേരിക്കയിൽ എന്താ ചർച്ചിന് പേര് വേണ്ടേ? പള്ളി എന്നാ പേര് വേണ്ടേ? ഓസ്ട്രേലിയയിൽ പള്ളി എന്നാ പേര് വേണ്ടേ? ലോകത്തിലെവിടെയും പള്ളി എന്ന് പേരില്ല. ആകെ കൂടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ക്രിസ്ത്യൻ ചർച്ചിന് പള്ളി എന്ന് പേരുള്ളൂ. കാരണം ദക്ഷിണ ഭാരതീയമായ ഭാഷയിൽ ദിവ്യതയുമായി ബന്ധപ്പെട്ട, ദേവതോപാസനയുമായി ബന്ധപ്പെട്ട, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശബ്ദമാണ് പള്ളി. ചിന്തിക്കുക. നമ്മൾ വിദ്യാധ്യയനത്തെ ഏറ്റവും വലിയ ഈശ്വരീയമായ ഭാവമായിട്ട് സരസ്വതി ഉപാസനയായിട്ടാണ് കാണുന്നത്. സരസ്വതി ഉപാസിക്കുക, ചിന്തിക്കുക. അങ്ങനെ ഈ പള്ളിക്കൂടം എന്നുള്ള പേര് വന്നേ, അല്ലാണ്ട് പള്ളിയുടെ ഭാഗമായിട്ടല്ല. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇത്ര പോലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹമായി നമ്മൾ തീർന്നു. വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ
ഏതെല്ലാം രീതിയിൽ വിഭജനങ്ങൾ ഏർപ്പെടുത്തണം, ഏതെല്ലാം രീതിയിൽ. ഒരു വളരെയധികം പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഹിന്ദു ധർമ്മത്തിൽ ശൈഥില്യമുണ്ടാക്കാം. ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല, കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല. വത്തിക്കാൻ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ സന്ദർഭം ഓർമ്മിക്കുക. രാജാറാം മോഹൻ റോയിയെ മതം മാറ്റാൻ വേണ്ടി പ്രത്യേകം ചുമതലപ്പെട്ട് വന്ന ക്രിസ്ത്യൻ മതപ്രവർത്തകൻ ഹിന്ദുധർമ്മം സ്വീകരിച്ചു. ഇത് യൂറോപ്പിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു. അതിൻ്റെ പരിണാമമായിട്ടാണ് 2-3 തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത്. ഒന്ന്, വേദം ദുർവ്യാഖ്യാനം ചെയ്യുന്ന പരിശ്രമം ആരംഭിക്കണം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 100% ബോർഡൻ ചെയർ ആ പദ്ധതിയെ സ്പോൺസർ ചെയ്തുകൊണ്ട് മാക്സ് മുള്ളറുടെ നേതൃത്വത്തിൽ വേദവ്യാഖ്യാനങ്ങൾ ആരംഭിച്ചത്, വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി. മറ്റൊന്ന്, എങ്ങനെയൊക്കെ ഹിന്ദുത്വത്തെ ശിഥിലമാക്കാൻ കഴിയുമോ അപ്രകാരമുള്ള ജാതീയങ്ങളായ തരംതിരിവുകൾ വരുത്തുക. വാസ്തവത്തിൽ ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അതിനു മുമ്പേ ആരംഭിച്ചിരുന്നു. ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ അത് ആരംഭിച്ചത് വളരെ ദുരുദ്ദേശത്തോടു കൂടി വൈദേശികരാണെന്ന് 100% ശരിയല്ല പറഞ്ഞാൽ. ആ ഹീനത ഇവിടെ അതിനു മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. സാമൂതിരി കോഴിക്കോട് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ശങ്കരസ്മൃതി എഴുതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്ക് കാരണമായത് ശങ്കരസ്മൃതിയാണ്. താണജാതിക്കാരനെ തൊട്ടാ കുളിക്കണം, അവൻ്റെ നിഴൽ പോലും തൊടാൻ പാടില്ല, അവൻ തൊട്ട വെള്ളം തൊടാൻ പാടില്ല എന്നൊക്കെ അതിലാണ്. ആരാ താണജാതിക്കാർ? അതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. നിന്ന ആൾക്കാർ ഇങ്ങനെ മനുഷ്യനെ അതിഹീനമായ രീതിയിൽ വിഭാജനം ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അല്ലാണ്ട് വേദത്തിൽ നമ്മൾ കാണില്ല, വൈദിക ശാസ്ത്രങ്ങളിൽ കാണില്ല. വേദത്തിലോ വൈദിക ശാസ്ത്രങ്ങളിലോ എവിടെയാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങളും ഹീനതകളും കാണുന്നത്? കാണുന്നില്ല. വർണ്ണസിദ്ധാന്തമുണ്ട്. വർണ്ണസിദ്ധാന്തം വളരെ ശാസ്ത്രീയമാണ്. അപ്പം ജാതി ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ജാതി ഉണ്ടായിരുന്നു. ജാതിയിൽ ഒരു കുഴപ്പമില്ലെന്നേ. സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ വരാത്ത കാലത്തോളം ജാതിയിൽ എന്താ കുഴപ്പമുള്ളത്? ജാതി ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജാതി ഉണ്ടല്ലോ. വഴുതനങ്ങയിൽ ജാതി ഇല്ലേ? വെണ്ടക്കയിൽ ജാതി ഇല്ലേ? മത്തങ്ങയിൽ ജാതി ഇല്ലേ? എല്ലാം ഒരു ജാതിയാ. നാട്ടിലെല്ലാ ജാതി പട്ടികളെയും പോലീസിൽ എടുക്കുമോ? എന്താ അഭിപ്രായം? അതിന് പ്രത്യേക ജാതി ഉണ്ടാവുന്നു. ജർമ്മൻ ഷെപ്പേർഡോ ബെൽജിയൻ ഷെപ്പേർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം ജാതികളെ മാത്രമേ അവർ പോലീസിലെടുക്കുള്ളൂ. എല്ലാത്തിലും ജാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജാതിയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ അത് പതുക്കെ ഇവിടെ ആവിർഭവിച്ചു. വൈദികമായിട്ട് അത് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ കുലത്തൊഴിലുകളെയും മഹിമാഭാവത്തോടു കൂടി ആദരിച്ചതാണ് വേദം നമുക്ക് നൽകിയ കാഴ്ചപ്പാട്. ഒറ്റ ദൃഷ്ടാന്തം മാത്രം പറയാം. ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നായ കേശ സംസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അന്ന് ഹോമം ചെയ്യുന്ന ആചാര്യനും ക്ഷൗരകർമ്മം ചെയ്യുന്ന ക്ഷുരകനും ഒരേ ദക്ഷിണ കൊടുക്കണമെന്ന് നിയമമുണ്ട്. ശ്രദ്ധിക്കുക. ഹോമം ചെയ്യുന്ന ആചാര്യനും ക്ഷൗരകർമ്മം ചെയ്യുന്ന ക്ഷുരകനും ഒരേ ദക്ഷിണ കൊടുക്കണമെന്ന്. എല്ലാ തൊഴിലുകളെയും ശ്രേഷ്ഠമായി കണ്ട ഒരു ഉത്കൃഷ്ടമായ സമൂഹ മനോഭാവമാണത്. അവിടെ നിന്ന് നമ്മൾ വ്യതിചലിച്ചു. പരമ്പരയാ വ്യതിചലിച്ചു. ആ വ്യതിചലനം വേദവിരുദ്ധമാണ്. പക്ഷെ വ്യതിചലിച്ചു എന്നുള്ളത് സത്യം. അതിനെ ആളി കത്തിച്ചു പിന്നീട് വന്ന നമ്മളെ വിഭജിച്ച് നിർത്തി തന്നെ കാര്യം നേടാൻ ഉദ്ദേശിച്ചവർ. അപ്പം അതുകൊണ്ട് തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങളോ
അല്ലെങ്കിൽ അത്തരം ഹീനതകളോ വൈദേശിക ഭരണക്കാരുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ വേദവിരുദ്ധമായി കടന്നുകൂടിയ അത്തരം ഹീനതകളെ ആളിക്കത്തിച്ചത് അവരാണ്. എന്നും അങ്ങനെയാണ്. ഭരണവർഗം തൻകാര്യം നേടാൻ വേണ്ടി എന്ത് ഹീനതയും ചെയ്യും. ഇങ്ങനെ ഹിന്ദുധർമ്മത്തിൽ ഏറ്റവുമധികം അപകടകാരിയായി തീർന്നു, നാശകാരിയായി തീർന്നു ഉച്ചനീചത്വങ്ങൾ. ചോദ്യം, മറ്റ് സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഹിന്ദുധർമ്മ അവലംബികൾക്കിടയ്ക്ക് ഉള്ളതിനേക്കാൾ ജാതീയമായ തരംതിരിവ് മറ്റു മതങ്ങളിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു, ഒരു ഭേദവും നമുക്കിടയിലില്ല. നമ്മളെല്ലാവരും ഒരേ അമ്പലത്തിൽ പോകുന്നു, ഒന്നിച്ച് തൊഴുന്നു, ഒന്നിച്ച് പ്രദക്ഷിണം ചെയ്യുന്നു. എന്നാൽ സങ്കല്പിക്കാൻ പറ്റുമോ ക്രിസ്ത്യാനികൾക്ക്? അവിടെ കത്തോലിക്കരുടെ പള്ളിയിൽ പ്രൊട്ടസ്റ്റന്റ് പോകുമോ? പോവില്ല. അതിൽ തന്നെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ്, എത്ര വിഭാഗങ്ങളാണ്. എന്തിന് വിഭാഗം? ഒരു വിഭാഗത്തിൽപ്പെട്ട ബാബാ കക്ഷിയുടെ പള്ളിയിലും എത്ര കക്ഷി കയറരുത് എന്നും പറഞ്ഞിട്ടാണ് വെടിവെപ്പടക്കം ഉണ്ടായിട്ടുള്ളത്. ദശകങ്ങളായി സുപ്രീം കോടതിയിൽ കേസ് നടന്നത് മറക്കരുത്. എല്ലാവരെയും കൂടി കയറ്റണം എന്ന് പറയാനല്ല, കയറ്റരുത് എന്ന് പറയാനാണ്. ഷിയ സുന്നി ഉള്ളതെന്താ? ഒരു വിഭാഗത്തിൻ്റെ പള്ളിയിൽ മറ്റേ വിഭാഗം പോയി കഴിഞ്ഞാൽ വിവരം അറിയില്ലേ? അപ്പം ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷേ എങ്കിലും നമ്മൾ പൊതുവെ ഒരു പല്ലവി പോലെ പറയും, ഹിന്ദു ജാതീയമായി വിഘടിച്ചിട്ടാണ്, ഹിന്ദു ജാതീയമായി വിഘടിച്ച്. അതെല്ലാവരുടെ ഇടയ്ക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മളിടയ്ക്ക് നിലനിർത്തണം എന്നല്ല പറഞ്ഞത്. ഹീനത എവിടെയും ഇല്ലാതാക്കണം. പക്ഷേ ഈ വളർന്നു വന്ന ഹീനത, വേദവിരുദ്ധമായ ഹീനത, വലിയ അധപ്പതനത്തിലേക്ക് നമ്മളെ നയിച്ചു. ആ അധപ്പതനം നമുക്ക് ഏറ്റവും അധികം കാണിച്ചു തരുന്ന ഒരു മഹാപുരുഷൻ, ലോകപ്രസിദ്ധമായി തന്നെ അതിനെ എടുത്തു കാണിച്ച മഹാപുരുഷൻ വിവേകാനന്ദ സ്വാമികളാണ്. സ്വാമിജി എഴുതി, ഇഫ് യു വാണ്ട് ടു സീ എ ലുനാറ്റിക് അസൈലം, ഗോ ടു ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. മാനസിക ചികിത്സാ കേന്ദ്രം, ഭ്രാന്താശുപത്രി കാണണമെങ്കിൽ, ഭ്രാന്താലയം കാണണമെങ്കിൽ തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കും പോയിക്കോളൂ. അത് സ്വാമിജി വെറുതെ എഴുതിയതല്ല. കാരണം സ്വാമിജി കോയമ്പത്തൂർ വഴി പാലക്കാട് വന്ന്, പാലക്കാട് നിന്ന് യാത്ര തുടർന്ന് ഇറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ആ കാലത്ത് വളരെ നേരം വണ്ടി പാലക്കാട് നിർത്തും. അതുകൊണ്ട് ഇറങ്ങി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്നല്ലാതെ യാത്ര നിർത്തിയത് ഷൊർണൂരിലാണ്. ചെന്നൈ, മംഗലാപുരം, പിന്നീട് മെയിലായ അന്ന് എക്സ്പ്രസ്, പിന്നീട് ഇപ്പോൾ വീണ്ടും അത് എക്സ്പ്രസ് തന്നെ. ആ ട്രെയിനിലാണ് വന്നിട്ട് ഷൊർണൂർ ഇറങ്ങുന്നത്. പിന്നീട് കാളവണ്ടിയിലും കുതിരവണ്ടിയിലും നടന്നിട്ടും ബോട്ടിലും ഒക്കെ ആയിട്ടാണ് അങ്ങനെ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, എറണാകുളം, കായംകുളം, തിരുവനന്തപുരം വഴി കന്യാകുമാരിക്ക് പോകുന്നത്. ആ യാത്രയുടെ ഒടുവിലാണ് കന്യാകുമാരിയിൽ 3 ദിവസത്തെ ദിനരാത്രങ്ങളുടെ ധ്യാനം ഭാരതാംബയായ ആ ധ്യേയമൂർത്തിയെക്കുറിച്ചുണ്ടായത്. അതിൻ്റെ പരിണാമമാണ് സ്വാമിജി പിന്നീട് ചെയ്ത എല്ലാ രാഷ്ട്ര സംഗ്രഥനാത്മകമായ പ്രവർത്തനങ്ങൾ. ഏതായാലും ഈ ഒരു യാത്രയിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ടുള്ള സ്വാമിജിയുടെ യാത്രയിൽ സ്വാമിജി ദുഃഖിപ്പിക്കുന്ന പലതും കണ്ടു അനുഭവിച്ചു, ആനന്ദിപ്പിക്കുന്ന പലതും കണ്ടു അനുഭവിച്ചു. ആനന്ദിപ്പിക്കുന്നതിൽ 2 പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേ മതിയാവൂ. ഒന്ന്, ചട്ടമ്പിസ്വാമി തിരുവടികളുമായുള്ള സമ്പർക്കം. ഐ മെറ്റ് എ റിമാർക്കബിൾ മാൻ എന്ന് പിന്നീട് എഴുതി.
ആ ചട്ടമ്പിസ്വാമി തിരുവടികളിൽ നിന്ന് ചിന്മുദ്രയുടെ, ജ്ഞാനമുദ്രയുടെ സൂക്ഷ്മാർത്ഥം വിവേകാനന്ദ സ്വാമികൾ പഠിച്ചു. എന്താണ് ജ്ഞാനമുദ്ര, അതിൻ്റെ സൂക്ഷ്മാർത്ഥം എന്നുള്ളത് ചട്ടമ്പിസ്വാമികളിൽ നിന്നാണ് വിവേകാനന്ദ സ്വാമികൾ പഠിച്ചത്. ഒന്ന്, അതാണ് ആനന്ദകരമായ ഒരു സന്ദർഭം. രണ്ടാമത്തത്, കൊടുങ്ങല്ലൂർ വെച്ച് ധാരാളം സ്ത്രീ അമ്മമാർ ശുദ്ധ സംസ്കൃതത്തിൽ സ്വാമിജിയായിട്ട് സംസാരിച്ചു. അമ്മമാർ പോലും എന്ന് പറയാൻ കാരണം, മറ്റു പ്രദേശങ്ങളിൽ അത്രയ്ക്കധികം സ്ത്രീ വിദ്യാഭ്യാസം തളർന്നിരുന്ന ആ കാലഘട്ടത്തിൽ കേരളത്തിലെ അമ്മമാർ സംസ്കൃതത്തിൽ സംസാരിച്ചു എന്നുള്ള അനുഭവം വന്നപ്പോൾ ഒന്നും രണ്ടും പേരല്ല, കുറേ പേര് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് സ്വാമിജിക്ക് വലിയ ആനന്ദമുണ്ടായി. അതേസമയത്ത് ഏറ്റവും വലിയ ദുഃഖവുമുണ്ടായി. അത് ആ ദുഃഖാനുഭവത്തിൻ്റെ പരിണാമമാണ് ഭ്രാന്താലയം കാണണമെങ്കിൽ തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കും പോയിക്കോളൂ എന്ന് എഴുതിയത്. അതെന്തായിരുന്നു? അതിപ്പോൾ പ്രസിദ്ധമല്ലേ സ്വാമി. നമ്മുടെ ഇടയ്ക്കുള്ള, ഹിന്ദു സമൂഹത്തിനിടയ്ക്കുള്ള ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കണ്ട് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടിട്ടല്ലേ സ്വാമിജി അങ്ങനെ എഴുതിയത്? പൊതുവെ അങ്ങനെയാ പ്രസംഗക്കാർ പ്രസംഗിക്കാറ്, ഭൂരിഭാഗം പ്രസംഗകരും അങ്ങനെയാ പ്രസംഗിക്കാറ്. എങ്കിൽ അടിവരയിട്ട് പറയട്ടെ, ചിദാനന്ദപുരി സ്വാമി വിവേകാനന്ദ സ്വാമിയെ ബഹുമാനിക്കില്ല. അയ്യോ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാ പറഞ്ഞേ. അതുകൊണ്ട് അങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ, അഥവാ ജാതീയമായ ഉച്ചനീചത്വം കണ്ടിട്ടായിരുന്നു സ്വാമിജി ഇതിനെ ഭ്രാന്താലയം എന്ന് വിളിച്ചതെങ്കിൽ സ്വാമിജി ചെയ്തത് 100% തെറ്റാണ്. എന്തുകൊണ്ട്? സ്വാമിജി ബംഗാളിൽ ജീവിച്ച ആളാണ്. അവിടെ ജാതീയമായ ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. അവിടുന്ന് പറന്ന് കേരളത്തിലേക്ക് വന്ന ആളല്ല. 6.5 വർഷം ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ, കടലോരങ്ങളിലും മലവാരങ്ങളിലും പർവ്വത ശിഖരങ്ങളിലും വനമധ്യത്തിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് വന്ന ആളാണ്. മഹാരാഷ്ട്ര, ഇന്നത്തെ മഹാരാഷ്ട്ര ആയാലും, ഇന്നത്തെ മധ്യപ്രദേശമായാലും, ഇന്നത്തെ ഗുജറാത്തായാലും, ഇന്നത്തെ രാജസ്ഥാനമായാലും എല്ലായിടത്തും ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കേരളത്തിലുള്ളതിനേക്കാൾ രൂക്ഷമായിരുന്നു. കേരളത്തിലുള്ളതിനേക്കാൾ രൂക്ഷമായിരുന്നു. ഇന്നും പല സ്ഥലത്തും അല്ലേ? ഒരു 3 വർഷം മുമ്പ്, 3-4 വർഷം മുമ്പ് കേരളത്തിൻ്റെ അതിർത്തി പ്രദേശം കർണാടകയിൽ ഗുണ്ടൽപേട്ട് ഭാഗത്ത് നമ്മളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു പൈപ്പ്, പൊതു ടാപ്പാണ്. ആ പൊതു ടാപ്പ് 2ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, 2 ഭാഗത്തേക്കും. ഞാൻ വിചാരിച്ചു തിരക്കുള്ള സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി 2 ടാപ്പ് വെച്ച് കൊടുത്തതാണ്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് വലിയ ജാതിക്കാർക്ക്, ഇത് താണ ജാതിക്കാർക്ക്. 100 കൊല്ലം മുമ്പുള്ള കഥയല്ല പറഞ്ഞത്, 4 കൊല്ലം മുമ്പുള്ള കഥയാണ്. അത്രയ്ക്കധികം ഹീനതകൾ ഇക്കാലത്ത് ഉണ്ടെങ്കിൽ അക്കാലത്ത് എത്ര ഉണ്ടായിട്ടുണ്ടാവും? അപ്പം മറ്റെല്ലാ പ്രദേശങ്ങളിലുമുള്ള ജാതീയമായ ഉച്ചനീചത്വം എന്ന മഹാഹീനതയെ കണ്ടിട്ട് അവിടമൊന്നും ഭ്രാന്താലയം എന്ന് വിളിക്കാതെ ഇവിടത്തെ കൊണ്ട് ഭ്രാന്താലയം എന്ന് വിളിച്ചു വെച്ചാൽ കൊള്ളാമല്ലോ ഇടപാട്. അപ്പോൾ സ്വാമിജി എങ്ങനെയാ പ്രാമാണികനാവുക? എന്നാൽ സ്വാമിജി പ്രാമാണികനാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞതിന് വേറെ ചില അർത്ഥങ്ങളുണ്ട്. എന്താണ് ആ അർത്ഥങ്ങൾ? അത് നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കണം. അത് കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോഴാണ് നാം മനസ്സിലാവുക, ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളും ഹീനതകളും മുതലെടുത്തുകൊണ്ട് അതിഭീകരമായ തോതിൽ മതപരിവർത്തനങ്ങൾ നടന്നിരുന്നത് ഇവിടെയാണ്. ആ മതപരിവർത്തനങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന സമൂഹ മനസ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിക്ക വേണം. താണജാതിക്കാരൻ തൊട്ടിട്ട് തൈലം അശുദ്ധമായാൽ തൈലം കളയാൻ പറ്റില്ലല്ലോ, വെള്ളമൊക്കെ ആകുമ്പം കളയാം. അപ്പം അതിനെന്താ വിദ്യ? പൗലോസ് വന്ന് തൊട്ടാൽ മതി, ഒരു ക്രിസ്ത്യാനി വന്ന് തൊട്ടാൽ മതി, ശുദ്ധായി. ഇത്ര വലിയ അന്ധകാരത്തിൽ കഴിഞ്ഞൊരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യനായി അംഗീകരിക്കപ്പെടാൻ വേണ്ടി കൂട്ടം കൂട്ടമായി മതാന്തരങ്ങളിലേക്ക് പലായനം ചെയ്തൊരവസ്ഥാവിശേഷം കേരളത്തിൽ സ്വാമിജി കണ്ടു. അത് കണ്ടിട്ടാണ് സ്വാമിജി പറഞ്ഞത് ഭ്രാന്താലയമെന്ന്. സ്വാമിജിക്കും നൂറ്റാണ്ട് മുമ്പിലേക്കൊന്ന് പോകൂ, ഏറെ മുമ്പിലേക്ക് പോകണ്ട. ടിപ്പു മാത്രം കോഴിക്കോട് പ്രദേശത്ത് 4 ലക്ഷം പേരെയാണ് മതം മാറ്റിയത്. 4 ലക്ഷം പേരെ. ഒന്ന് മനസ്സിൽ ഭാവന ചെയ്യൂ. ലിംഗാഗ്ര ചർമ്മം മുറിക്കപ്പെട്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് വരുന്ന തങ്ങളുടെ മക്കളെ, വരും മക്കളെ എന്ന് പറഞ്ഞ് അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, അച്ഛനൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, മരുന്ന് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാം ഹിന്ദുക്കളായി തന്നെ നിലനിൽക്കുമായിരുന്നു. പകരം അന്നത്തെ സമൂഹം എന്തു പറഞ്ഞു? അയ്യ, അശുദ്ധായി ഇങ്ങോട്ട് കയറരുത്, അശുദ്ധായി കയറരുത്, ആട്ടിയോടിച്ചു സ്വന്തം മക്കളെ. ഈ മനോഭാവം നോക്കി കണ്ടിട്ടാണ് ഭ്രാന്താലയം എന്ന് സ്വാമിജിക്ക് വിളിക്കേണ്ടി വന്നത്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലേക്ക് വന്നു. പലയിടങ്ങളിലും സഞ്ചരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൂടെ വസിച്ചു. പല വിഷയങ്ങൾ ചർച്ച ചെയ്തു. തിരിച്ചുപോയി ദി ഹരിജൻ എന്നുള്ള തൻ്റെ പത്രാധിപത്യത്തിലുള്ള പ്രസിദ്ധീകരണത്തിൽ ഗാന്ധിജി എഴുതി, ഞാനൊരു തീർത്ഥാലയത്തിലേക്ക് പോയി എന്ന്. ഞാനൊരു തീർത്ഥാലയത്തെ കണ്ടു എന്ന്. ഇവിടെയാണ് നമ്മളൊരു ചിന്ത ചെയ്യേണ്ടത്. 1880കളുടെ മധ്യത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്ഥലം ഒരു 4 ദശകം കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധിജി തീർത്ഥാലയം എന്ന് വിളിച്ചു. ആ കാലഘട്ടത്തിൽ 100% ഭ്രാന്താലയമാണെന്ന് അംഗീകരിക്കാൻ വയ്യ. രണ്ടാമത്തെ കാലഘട്ടത്തിൽ 100% തീർത്ഥാലയമാണെന്നും അംഗീകരിക്കാൻ വയ്യ. ഭ്രാന്താലയം എന്ന് വിളിച്ചപ്പോഴും ആ ഭ്രാന്തിന് ചികിത്സിക്കുന്ന പ്രഗത്ഭന്മാരായ ഭിഷഗ്വരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. തീർത്ഥാലയം എന്ന് വിളിച്ചപ്പോഴും ആ ഭ്രാന്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായ പലരും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭ്രാന്താലയം എന്ന് വിളിച്ചപ്പോൾ പൂർണ്ണമായി ഭ്രാന്താലയമാണെന്നോ, തീർത്ഥാലയം എന്ന് വിളിച്ചപ്പോൾ പൂർണ്ണമായി തീർത്ഥാലയമാണെന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഭ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്കുള്ളൊരു സുഗതി അവിടെ സംഭവിച്ചിരുന്നു. അത് ആരൊക്കെയാണ് പ്രവർത്തിപ്പിച്ചത്? ആരൊക്കെയാണ് അതിന് നായകത്വം വഹിച്ചത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഇന്നത്തെ വിഷയം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് വേദവിരുദ്ധമായ ഹീനതകൾ കടന്നുകൂടി എന്ന്. അതുകൊണ്ട് തന്നെ ഹീനതകളെ മാറ്റണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ, വേദത്തിൻ്റെ ശരിയായ പ്രകാശം സമൂഹത്തിൽ വാരി വിതരണം. അത് വേദജ്ഞന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ്. വേദജ്ഞന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ്. അതുതന്നെയാണ് സംഭവിച്ചതും. വേദജ്ഞന്മാരായ മഹാപുരുഷരിലൂടെയാണ്
ഈ ഹീനതകൾക്കുപരി പുതിയ ഒരു ഉണർച്ച കേരളത്തിൽ സംജാതമായത്. അവരെ പേരെടുത്ത് പറയുമ്പം പലരെയും വിട്ടുപോവുക എന്ന കൃതഘ്നത സംഭവിക്കും. അതുകൊണ്ട് പേരെടുത്ത് പറയണോ എന്ന് പോലും ശങ്കിക്കുകയാണ്. കാരണം പലരെയും വിട്ടുപോകും. നമുക്കൊട്ടും അറിയാത്ത എത്രയോ പേരുണ്ടാവും. കാരണം നമ്മൾ പൊതുവെ പറയുമ്പം പ്രസിദ്ധന്മാരുടെ പേരേ പറയുള്ളൂ. അപ്രസിദ്ധന്മാരായ തത്തുല്യമോ അതിലേറെയുമോ പ്രയത്നിച്ച മഹാപുരുഷന്മാരുണ്ടാവും. അവരുടെ പേര് നമ്മൾ വിട്ടുപോകും. എങ്കിലും അയ്യാ വൈകുണ്ഠസ്വാമി മുതൽ തൈക്കാട്ട് അയ്യാവ് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയെത്ര മഹാവിഭൂതികൾ. ഈ വർഷം ചട്ടമ്പിസ്വാമി തിരുവടികളുടെ മഹാസമാധിയുടെ 100ാം വാർഷികമാണ്. ആ ചട്ടമ്പിസ്വാമികൾ വേദം എല്ലാവർക്കും അധികാരപ്പെട്ടതാണ്, ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഒരു പരിമിതിയും വേദപഠനത്തിനുണ്ടാവരുത് എന്ന് സമർത്ഥിച്ച ചട്ടമ്പിസ്വാമികൾ ഇവിടത്തെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് സമാജത്തെ തെറ്റിദ്ധരിപ്പിച്ച് മതപരിവർത്തനം അനുസ്യൂതം നടത്തിക്കൊണ്ടിരുന്ന ആ കാഴ്ച കണ്ട് ഹൃദയം നൊന്ത് ക്രിസ്തുമത ഛേദനം വിരചിച്ച ചട്ടമ്പിസ്വാമികൾ അതേ സമയത്ത് ജീവകാരുണ്യ നിരൂപണത്തിൻ്റെ വക്താവ്. ശ്രീനാരായണ ഗുരുദേവൻ വേദത്തിൻ്റെ പരമ താത്പര്യമായിരിക്കുന്ന വേദാന്തത്തെ ആറ്റിക്കുറുക്കി നമുക്ക് വിളമ്പി തന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവർക്കും ആ വേദാന്തപ്രഭ നൽകുക മാത്രമല്ല, അതിലേക്ക് ഉയരുന്നതിനായിക്കൊണ്ടുള്ള ഉപാസനാ സ്വാതന്ത്ര്യവും നമുക്ക് തന്ന ശ്രീനാരായണ ഗുരുദേവൻ വലിയ സമൂഹ പരിഷ്കർത്താക്കളെ വാർത്തെടുത്ത സദാനന്ദ ഭാരതി സ്വാമികളും. സന്ദർഭവശാൽ പറയട്ടെ, സദാനന്ദ ഭാരതി സ്വാമികളുടെ മഹാസമാധിയുടെ 100ാം വാർഷികമാണ് ഇത് ഈ വർഷം. സദാനന്ദ ഭാരതി സ്വാമികൾ ഇല്ലായിരുന്നെങ്കിൽ കാളിയായിരിക്കുമായിരുന്നു, മഹാത്മാ അയ്യങ്കാളി ആവില്ലായിരുന്നു. മഹാത്മാ അയ്യങ്കാളി ഉണ്ടായതുകൊണ്ട് എത്ര വലിയൊരു ഒരു ഒരു സമുത്ഥാനമാണ് അധസ്ഥിതരായ അന്ന് മാനിക്കപ്പെട്ടിരുന്ന ജനസമൂഹത്തിന് കൈവന്നത്. ആ മഹാത്മാ അയ്യങ്കാളിയെ വാർത്തെടുക്കുന്നത് സദാനന്ദ ഭാരതി സ്വാമികളാണ്. ശുഭാനന്ദ ഗുരുദേവൻ അന്ന് മനുഷ്യരായി പോലും അംഗീകരിക്കപ്പെടാതിരുന്ന കഷ്ടപ്പാടിൻ്റെ അങ്ങ് അറ്റത്തിൽ പൊതുസമൂഹത്തിലേക്ക് പോലും വരാൻ അധികാരമില്ലാതിരുന്ന പറയ സമൂഹത്തിൽ നിന്ന് വേദത്തിൻ്റെ അഗാധങ്ങളായ ആശയങ്ങളെ സുലളിതങ്ങളായ പാട്ടുകളിലൂടെ സമൂഹത്തിൽ വാരി വിതറിക്കൊണ്ട് വലിയ ഒരു നവോത്ഥാന നായകനായി തീർന്ന ശുഭാനന്ദ ഗുരുദേവൻ, ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യൻ നിർമ്മലാനന്ദ സ്വാമികൾ, കേരളത്തിൽ ജാതീയമായ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊടികുത്തി വാഴുന്ന സമയത്ത് പന്തി ഭോജനങ്ങൾ നടത്തുക മാത്രമല്ല,
അവിടെ ഒന്നിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച്. ഹരിപ്പാട് ആശ്രമത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ പന്തിഭോജനം നടക്കുന്നത്. അവിടെ ഉയർന്നതെന്ന് പറയുന്നവരും താണതെന്ന് പറയുന്നവരൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആരാ വിളമ്പിക്കൊടുക്കുന്നേ? പരമപൂജ്യ സ്വാമിജിയുടെ നേതൃത്വത്തിലാണ് വിളമ്പിക്കൊടുക്കുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്വാമിജി മുണ്ടൊക്കെ ഒന്ന് പൊക്കി കെട്ടുന്നത്. അതിശയിച്ചു ആൾക്കാർ. നോക്കുമ്പോൾ ഇല എടുക്കാനുള്ള പുറപ്പാടാ. ഇന്നത്തെ കാലത്ത് ഒന്നുമില്ല, ഇന്നത്തെ കാലത്ത് നിസ്സാരമാണ്. പക്ഷെ അന്നത്തെ കാലം നമ്മൾ ഓർമ്മിക്കണം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കുറ്റില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ല ജാതിക്കോമരങ്ങൾ വിഹരിച്ചിരുന്ന കാലഘട്ടത്തിൽ പന്തിഭോജനം നിർവഹിക്കുക മാത്രമല്ല, ആ എച്ചിലിലകൾ എടുക്കാൻ വേണ്ടി കൊട്ടയും മുറൊക്കെ ആയിട്ട് വരിക. ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ. അരയ ധീവര സമൂഹങ്ങളിൽ വലിയൊരു ഉണർച്ചയുടെ, ഉയർച്ചയുടെ സന്ദേശം നൽകിക്കൊണ്ട് പ്രവർത്തിച്ച പണ്ഡിറ്റ് കറുപ്പൻ. ആ പണ്ഡിറ്റ് കറുപ്പനെ പറയുന്ന സമയത്ത് നമ്മൾ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പറയാതിരുന്നുകൂടാ. കാരണം കോവിലകത്തിൻ്റെ അകത്തിരുത്തി സംസ്കൃതവും തർക്കവും കാവ്യവും എല്ലാം പഠിപ്പിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ്. പലരും ചോദിച്ചു, ഈ ജാതി താണാളെ കോവിലകത്തിന് ഉള്ളിലിരുത്തി പഠിപ്പിക്കണോ? തമ്പുരാൻ പറഞ്ഞു, വിദ്യയ്ക്ക് ജാതിയില്ല. വിദ്യയ്ക്ക് ജാതിയില്ല. പറഞ്ഞു വന്നത് വേദത്തിൻ്റെ ആന്തരികമായ താത്പര്യത്തെ ഉൾക്കൊണ്ടവരാണ് ഈ അങ്ങേയറ്റം അന്ധകാരാവൃതമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമാജത്തെ പതുക്കെ കൈപിടിച്ചുയർത്തിയത്. അവരെല്ലാം വേദജ്ഞന്മാരായ മഹാപുരുഷന്മാരായിരുന്നു. ശുഭാനന്ദ ഗുരുദേവൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അടുത്ത് പോയി വളരെ സുദീർഘമായി ചർച്ചകൾ ചെയ്തു. വളരെ സുദീർഘമായിട്ട് ആ ചർച്ചകളിൽ ഗുരുദേവൻ ആവശ്യപ്പെട്ടതിനെല്ലാം അനുകൂലമായിട്ട് രാജാവ് മറുപടി പറഞ്ഞു. ചിത്തിര തിരുനാൾ ഒട്ടും താമസിച്ചില്ല ക്ഷേത്രപ്രവേശ വിളംബരം പ്രഖ്യാപിക്കാൻ. ആ ശുഭാനന്ദ ഗുരുദേവന് അതിനും വർഷങ്ങൾക്ക് മുമ്പ് ചട്ടമ്പിസ്വാമി തിരുവടികളെ കാണാനുള്ള ഇച്ഛ വരികയാണ്. അന്വേഷിച്ചു. വലിയൊരു നായർ പ്രമാണിയുടെ ഗൃഹത്തിലാണ് ചട്ടമ്പിസ്വാമികളുള്ളത്. തൻ്റെ 2 ശിഷ്യന്മാരോടുകൂടെ ശുഭാനന്ദ ഗുരുദേവൻ അങ്ങോട്ട് പോവുകയാണ്. ഉച്ച സമയം, ഊണ് കാലമായിരിക്കുന്നു. വീട്ടിലുള്ളവർ സ്വാമികൾക്ക് ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ശുഭാനന്ദ ഗുരുദേവൻ്റെ വരവ്. അന്ന് ശുഭാനന്ദ ഗുരുദേവനെ പറയസ്വാമി എന്നും പറയനെന്നും കള്ളപ്പറയനെന്നും വിളിച്ചിരുന്ന കാലമാണ്, ഓർമ്മിക്കണം. ചട്ടമ്പിസ്വാമികൾ പൂമുഖത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ചെന്നു. നടയിൽ നിന്ന് മുറ്റത്തേക്ക് എത്തുന്ന സ്ഥലത്താണ് അവർ 2 പേരും തമ്മിൽ ആലിംഗനബദ്ധരാകുന്നത്. ആലിംഗനബദ്ധരായി ദൃഢനേരം നിന്നു. ആനന്ദാശ്രുക്കൾ 2 പേരുടെ കണ്ണിൽ നിന്നും പ്രവഹിച്ചു. അനന്തരം അവർ ഒരാസനത്തിൽ ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ എന്തിനാ പറയണമെന്ന് ചോദിച്ചാൽ, ഇതൊന്നും ഇക്കാലത്ത് വലിയ പ്രസക്തിയുള്ള വിഷയങ്ങളല്ല. ഇക്കാലത്ത് അത്തരം വാദങ്ങൾ നമ്മൾ പറയുക പോലും അരുത്. പറഞ്ഞാൽ മൂഢത എന്നേ പറയൂ. അത് എത്ര വലിയ നേതാവ് പറഞ്ഞാലും മൂഢത എന്നേ പറയൂ. അതും നമ്മൾ ഈ അടുത്ത് കണ്ടു.
പക്ഷെ ആ കാലഘട്ടത്തിൽ ഈ പറയുന്നതിനൊക്കെ വലിയ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിസ്സംശയം പറയാം, വേദത്തെ തെറ്റിദ്ധരിച്ചതിൽ നിന്ന് വന്ന ഹീനതകളെ ഇല്ലാതാക്കി സമാജത്തെ പ്രകാശപൂർണമാക്കുന്നതിന് പരിശ്രമിച്ചത് വേദജ്ഞന്മാരായിരുന്നു. അവരുടെ പരിശ്രമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് പല സാമൂഹ്യ നവോത്ഥാന നായകന്മാരും മുന്നോട്ട് വന്നു. അതിൽ മന്നത്തിന് വലിയ സ്ഥാനമുണ്ട്. അതിൽ ഡോക്ടർ പൽപ്പുവിനും കുമാരനാശാനുമൊക്കെ വലിയ സ്ഥാനമുണ്ട്. അതിൽ വാഗ്ഭടാനന്ദ ഗുരുദേവന് വലിയ സ്ഥാനമുണ്ട്. തീർത്തും ഉപാസനയുടെ ഭക്തിയുടെ തലത്തിൽ മാത്രമാണ് പ്രവർത്തിച്ചത്. ഇത്തരം സാമൂഹിക വിഷയങ്ങളിലേക്ക് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും രാമാനന്ദ ഗുരുദേവന് വലിയ സ്ഥാനമുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിക്ക് സ്ഥാനമുണ്ട്. ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള മഹാപുരുഷന്മാർ ഉയർത്തിവിട്ട വേദധർമ്മ ബോധം, ധാർമ്മിക വൈദിക പ്രഭ, ആ പ്രഭയിൽ സമൂഹം ഉണർന്നു. ആ ഉണർത്തുന്ന പ്രക്രിയയിൽ ഒരുപാട് പേര് ഭാഗഭാഗിത്വം വഹിച്ചു. ഒരുപാട് പേര്. ഈ സന്ദർഭത്തിൽ ഒന്ന് സൂചിപ്പിക്കാതെ ഇത് ഉപസംഹരിച്ചാൽ തെറ്റായിരിക്കും. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജാതീയമോ മതപരമോ വർണ്ണപരമോ വർഗപരമോ ഒക്കെയായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ ഉണ്ടായതിൻ്റെ 10,000 ഇരട്ടി എന്ന് പറയണം. കാരണം തൊലിയുടെ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കറുത്ത വർണ്ണമുള്ളവരെ ചങ്ങലക്കിട്ട് അടിമകളാക്കി കൂട്ടം കൂട്ടമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്ന ആഭാസം ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല, ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ അതാണ് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലം വരെ, ആവർത്തിക്കട്ടെ, ഈ അടുത്ത കാലം വരെ ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൃഷ്ണനെ പൂജിച്ചവരാ. കൃഷ്ണനെ പൂജിക്കുക മാത്രമല്ല, നമുക്ക് സൗന്ദര്യ സങ്കല്പത്തിൽ ഭാരതത്തിൽ ഏറ്റവും വലിയ 2 സുന്ദരന്മാരാണുള്ളത്, ഇല്ലേ? ഏറ്റവും വലിയ 2 സുന്ദരന്മാരാണ് നമുക്ക്. ആരൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ 2 സുന്ദരന്മാർ? ആർക്ക് പറയാം? ഏറ്റവും വലിയ 2 സുന്ദരന്മാർ ആരൊക്കെയാ? ഒന്ന് സുന്ദരേശ്വരൻ. സുന്ദരേശ്വരൻ ശിവൻ, കർപ്പൂര ഗൗരമ വർണ്ണം, കർപ്പൂരം പോലെ വെളുത്തവൻ, വെളുവളാ വെളുപ്പൻ. പിന്നെ ശ്രീകൃഷ്ണനാ കറുകറ കറപ്പൻ. ഇത് രണ്ടുമാണ് നമ്മുടെ ഏറ്റവും വലിയ സുന്ദരന്മാർ. ഇത് കഴിഞ്ഞേ വേറെ ആൾക്കാരുള്ളൂ. തൊലിയുടെ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗന്ദര്യമോ മഹിമയോ കൽപ്പിച്ചതല്ല ഭാരതം. വെളുവള വെളുപ്പനായ ശിവനും കറുകറ കറുപ്പനായ കൃഷ്ണനും ഒരുപോലെ നമുക്ക് സുന്ദരന്മാരാ. അതാ നമ്മുടെ കാഴ്ചപ്പാട്. പരബ്രഹ്മമൂർത്തിയായി കൃഷ്ണനെ പൂജിച്ചവർ കറുത്ത വർണ്ണമുള്ളവരെ ചങ്ങലക്കിട്ട് അടിമ വ്യാപാരത്തിന് വിധേയരാക്കുമോ? ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഓർമ്മിക്കണം. ഇങ്ങനെ അതിഹീനങ്ങളായ ഉച്ചനീചത്വങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യങ്ങളിലൊക്കെ തന്നെ അടിമയാക്കപ്പെട്ടവർ ശക്തി കൈവരിച്ചപ്പോൾ വലിയ സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. മോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനുഷ്യത്വത്തെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിൽ മാത്രമൊന്നുമല്ല, ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് തോതുകൾ കൂടും കുറയുമെന്ന് മാത്രം.
അടിച്ചമർത്തപ്പെട്ടവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സംഘർഷങ്ങൾ നടത്തി. എന്നാൽ അവർണരെന്ന് പറയപ്പെടുന്നവരുടെ മോചനത്തിന് വേണ്ടി സവർണരെന്ന് പറയപ്പെടുന്നവർ ജാഥ നടത്തിയ, പ്രക്ഷോഭം നടത്തിയ ഏക ചരിത്രം കേരളത്തിൻ്റെ ചരിത്രമാണ്. ഇത് നമ്മൾ മറക്കരുത്. ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് ചരിത്രത്തെ പുനരാവിഷ്കരിക്കരുത്. അപചരിത്ര നിർമ്മിതി ചെയ്യരുത്. ശക്തമായി നമുക്ക് പറയേണ്ടി വരും, ഏട്ടപ്പെട്ടലുകൾ നടത്തേണ്ടി വരും. ഈ അപചരിത്ര നിർമ്മിതികൾ നിർത്തണം. 1800കളുടെ ആദ്യത്തിലുള്ള ഒരു ചരിത്രം, മുലക്കച്ച കെട്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ ഒരു സ്ത്രീ തൻ്റെ 2 മുലകളും അടിയനേ മുറിച്ചെടുത്ത് മേലാളന്മാർക്ക് മുമ്പാകെ വെച്ചു അത്രേ. ഒരു ഒന്നാക്കിയ തരക്കേടുണ്ടായിരുന്നില്ല. എന്നാൽ കഥയ്ക്കൊരു ആസ്വാദ്യത ഉണ്ടാകുമായിരുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒന്ന് മുറിച്ചു വെച്ചു എന്ന് പറഞ്ഞ തരക്കേടില്ല. ഈ കള്ളക്കഥ ഉണ്ടാക്കുമ്പോഴും പഠിക്കണ്ടേ? ഇങ്ങനൊരു ചരിത്രം 2000-ന് മുമ്പ് ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? വേറൊരു 24 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ കള്ളത്തരം ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഗവൺമെൻറ് സ്പോൺസേഡ് ആയതുകൊണ്ട് ഇപ്പോൾ ചേർത്തലയിൽ നങ്ങേലി സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇങ്ങനെയാണ് അപചരിത്ര നിർമ്മിതി. ഇങ്ങനെയാണ് അപചരിത്ര നിർമ്മിതി. അതുകൊണ്ട് ചരിത്രത്തിലേക്ക് നിഷ്പക്ഷമായി, വ്യക്തിബാഹ്യമായി നമ്മൾ പോയി അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും, വേദത്തെക്കുറിച്ച് വന്ന തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ ഹീനതകളെ നീക്കാൻ വേദജ്ഞന്മാർ തന്നെ മുന്നോട്ട് വന്ന ചിത്രം. ആ ചിത്രത്തെ സ്വയം അറിയുകയും നമ്മുടെ സമൂഹത്തിൽ വാരി വിതറുകയും വേണം. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കാലമാണ്. അവകാശവാദങ്ങൾ, ആ അവകാശവാദങ്ങൾ പറയുന്നത് ഞങ്ങളാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ. ഏത് കാലഘട്ടത്തിൽ? 1938 രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ. ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശനെ പഠിപ്പിച്ചതാട്ടുക വേദാന്തം. ജന്മാന്തരത്തിലാണോ സ്വാമി? ജന്മാന്തരത്തിലൊന്നല്ല, ഈ ജന്മത്തിൽ തന്നെ. അതെങ്ങനെയേ അത് സാധിക്കുക? അത് തെറ്റിപ്പോയിട്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അച്ഛനെ ആക്കി മാറ്റാം. അത് മതി, അതിന് വിരോധമില്ല. എൻ്റെ അച്ഛനെ ഞാൻ സംസ്കൃതം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, വേദാന്തം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ മുത്തശ്ശൻ്റെ മുത്തശ്ശനെന്ന് പറഞ്ഞിട്ട് മറ്റേയാൾ ചോദിച്ചു, ഈ ദേഹത്തിൽ തന്നെയാണോ അല്ല വേറെ ദേഹത്തിലിരുന്നാണോ? അല്ലല്ല, ഈ ദേഹത്തിലിരുന്ന് തന്നെയാണ്. അപ്പോഴാ കാലത്തിൻ്റെ കുഴപ്പം എനിക്ക് മനസ്സിലായത്. അപ്പം പിന്നെ അച്ഛനെ പഠിപ്പിച്ചു എന്നാക്കാനും ഞാൻ തയ്യാറായി. ഇതാ സ്ഥിതി. ഇതിൽ പരം പറയണ്ടല്ലോ. അതുകൊണ്ട് അവകാശവാദങ്ങൾ വരുമ്പോൾ നിരസിക്കാൻ പോകണ്ട, സന്തോഷത്തോടു കൂടി ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ മതി. ആ ചിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മളെടുത്ത് ശരിയായ അറിവുകൾ വേണം. ആ അറിവുകൾ സമാഹരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഈ മഹാപുരുഷന്മാരെ സംബന്ധിച്ച്. കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക എന്ന് മാത്രം പറഞ്ഞ് ഏറെ ദീർഘിപ്പിക്കാതെ ഈ ഒരു ദിശയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇന്നാളെ എടുക്കണമെന്നോ എടുക്കേണ്ടതെന്നൊന്നും പറയില്ല. ഈ ദിശയിലൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക.